ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരമില്ലാത്തൊരു നെയ്യപ്പമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള നെയ്യപ്പമാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് പച്ചരിയും അതേപോലെ തന്നെ ഉഴുന്നും കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂർ ഇതേപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിലാദ്യം നമുക്ക് ഉഴുന്നാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഉഴുന്ന് നല്ലതായിട്ട് മുതിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. ഉഴുന്ന് ഞാൻ ഒരു ജാറിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഉഴുന്ന് നന്നായിട്ടൊന്ന് മുതിഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി, കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് കുറച്ച് ചോറ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അരിയും ചോറും കൂടി അരച്ചത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഉഴുന്നിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടി എന്ത് ചെയ്യുക, ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മാവ് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉഴുന്ന് അരച്ചതും അതേപോലെ തന്നെ അരിയും ചോറും കൂടി അരച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഉപ്പ് കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ രീതിയിലേക്ക് നമുക്ക് മാവിനെ നല്ലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചെറു കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക് ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ വെള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം നമുക്കിനി മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമ്മൾ അടുപ്പത്താണ് നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കാര അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാരയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് അടിഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വെള്ള നെയ്യപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയിട്ട് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ള നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റംസാണ് ഈ ഒരു വെള്ള നെയ്യപ്പം.